ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 75-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ദൈവപ്രവൃത്തി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ദുഷ്ടരുടെ കൊമ്പുകളെ അവിടുന്ന് വിച്ഛേദിക്കുന്നു, നീതിമാന്മാരുടെ കൊമ്പുകളെ അവിടുന്ന് ഉയർത്തുന്നു. എത്ര അർത്ഥവത്തായൊരു തിരുവചനമാണിത്. ദുഷ്ടത കൊണ്ടും വഞ്ചന കൊണ്ടും കാപട്യം കൊണ്ടും നമ്മൾ ആരും നിലനിൽപ്പ് നേടുകയില്ല. താൽക്കാലികമായ നേട്ടങ്ങളും ഉയർച്ചകളൊക്കെ ലഭിച്ചു എന്ന് വരാം. എന്നാൽ നിലനിൽപ്പ്, കൃത്യമായ വളർച്ച നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നീതിയിലും വിശ്വസ്തതയിലും നമ്മൾ വ്യാപരിക്കും. നമുക്കറിയാം, ദുഷ്ടനെന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിച്ചവരോ തകർത്തവരോ നശിപ്പിച്ചവരോ ഒന്നുമല്ല. വേദപുസ്തകം ദുഷ്ടനെന്ന് വിളിക്കുന്നത് പിശാചിനെയാണ്. അവന്റെ എല്ലാ തന്ത്രങ്ങളെയും, പിശാചിന്റെ എല്ലാ ചതികളെയും, അവന്റെ കോട്ടകളെയും, അവൻ കൊണ്ടുവരുന്ന എല്ലാ പോരുകളെയും പോരാട്ടങ്ങളെയും തകർത്ത് തന്റെ വിശ്വസ്തതയിൽ വ്യാപരിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് വിജയവും ഉയർച്ചയും നൽകുന്നവനാണ് ദൈവമായ കർത്താവെന്ന് ഈ വചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വചനത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു മനസ്സോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പിശാചിന്റെ വഞ്ചനകളെ, ചതികളെ, തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ദൈവിക ജ്ഞാനം നൽകണമേ. ഓ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ഞങ്ങളെ ധരിപ്പിക്കണമേ, അണിയിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഭവനങ്ങളിലേക്ക് വരണമേ. അനേകരെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ സൈന്യമാണ്, ദൈവരാജ്യത്തിന്റെ മുന്നണി പോരാളികളാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ തലമുറയാണ്, പരിശുദ്ധ അമ്മ മാതാവിന്റെ പൊന്നുമക്കളാണ്. നമ്മുടെ വിശ്വസ്തരായ ആത്മാക്കള് സ്വർഗത്തോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയുധങ്ങൾ ഞങ്ങളെ ധരിപ്പിക്കണമേ. ദൈവിക ആയുധങ്ങൾ, ഹോളി വെപ്പൺസ്, സ്വർഗത്തിന്റെ ആയുധങ്ങൾ ഞങ്ങൾ അണിയിപ്പിക്കണമേ. പ്രാർത്ഥിച്ച് നമ്മൾ പാടുന്നു. ആമേൻ, ആമേൻ. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. പാടുകേ. കർത്താവിൻ സൈന്യം നമ്മൾ, കൃപ ചെയ്യണമേ, അഭിഷേകം പകരണമേ. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. ആ ബോധ്യത്തോടെ പാടിക്കേ. കർത്താവിൻ സൈന്യം ഉറപ്പോടെ ഏറ്റു പറഞ്ഞേ. We are the soldiers of Jesus Christ. വിശ്വാസ സത്യങ്ങൾ കാത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം. വിശ്വാസ സത്യങ്ങൾ കാത്തിടുവാൻ വിശ്വസിക്കുന്നു. കർത്താവ് ഒരുക്കിയ സൈന്യം. സാത്താന്റെ കോട്ടകൾ തകർത്തിടുവാൻ കർത്താവ് ഒരുക്കിയ സൈന്യം. അതാണ് നമ്മൾ ഓരോരുത്തരും. കൃപ തരണമേ, ആയുധങ്ങൾ അണിയിപ്പിക്കണമേ. ഒരുക്കിയ സൈന്യം.
പരിശുദ്ധാത്മാവിന്റെ സൈന്യം, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സൈന്യം. പഠികേ നന്ദി കർത്താവേ. കരങ്ങൾ ഉയർത്തിയടിച്ച് സ്നേഹത്തോടെ കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. ഈശോയേ, ഓ പവർ പവർ. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം. എല്ലാം മറന്ന് അഭിഷേകത്തോടെ പഠിക്കേ. കർത്താവേ, അഭിഷേകം തരണമേ, അഭിഷേകം തരണമേ, ധീരത തരണമേ, ആത്മശക്തി തരണമേ, പ്രാർത്ഥന വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ സൈന്യം നമ്മൾ, കർത്താവിൻ സൈന്യം നമ്മൾ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇരുമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിൽ ഇരുമ്പലോടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആത്മശക്തി ഇറങ്ങുവാൻ, പരിശുദ്ധാത്മ തീ വ്യാപരിക്കുവാൻ, ആത്മാവിന്റെ കാറ്റ് വീശിയടിക്കുവാൻ, ഒരു സൈന്യമായി നമ്മളെല്ലാം ഉണർത്തപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, നിത്യസഹായകനെ, ദൈവത്തിന്റെ റൂഹായേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സൈന്യ നിരയിൽ മുന്നണി പോരാളികളായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ, പൈശാചിക ആധിപത്യങ്ങളെ നിർവീര്യമാക്കുവാൻ, വിശ്വാസ സത്യങ്ങളെ കാക്കുവാൻ, സഭയ്ക്കൊരു മറയായി തീരുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ജീവിതങ്ങളെ തൊടണമേ, കുടുംബങ്ങളെ സന്ദർശിക്കണമേ. വിശ്വാസ വീര്യത്ത അനേക കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ വൈദികരെ സമർപ്പിതരെ വിശ്വാസാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവത്തിന്റെ സകല ആയുധങ്ങൾ ഞങ്ങളെ ധരിപ്പിക്കണമേ. ആത്മീയ യുദ്ധത്തിന് ആവശ്യമായ എല്ലാ സ്വർഗീയ ആയുധങ്ങളും പരിശുദ്ധാത്മാവേ ഞങ്ങൾ അണിയിപ്പിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിന് ശക്തരായ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Mighty power, mighty anointing. Jesus, Jesus, Jesus. Hallelujah, 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 hallelujah. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് അമ്മയുടെ വിശ്വസ്തരായ മക്കളായി, സഭയുടെ സാക്ഷികളായി ഞങ്ങളെല്ലാം മാറ്റപ്പെടുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ധരിക്കുക. ഈ കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യതയുള്ള നാളുകളാണെന്ന് നമുക്ക് കുറച്ചൊക്കെ പേർക്കറിയാം. നമ്മൾ ഇന്ന് സഭയിലും ലോകത്തിലും കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഭവ വികാസങ്ങള് ഇത് അഭിചാരിതമല്ല, കാലത്തിന്റെ പ്രത്യേകതയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. നമ്മളായിരിക്കുന്ന കാലഘട്ടം എന്താണെന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നും അതിന് നമുക്ക് ആവശ്യമായ സ്വർഗീയമായ ആയുധങ്ങൾ, ടൂളുകൾ എന്തെല്ലാം ആണെന്നും നമ്മൾ വേണ്ടതുപോലെ തിരിച്ചറിവുള്ളവരാകണം. നമ്മുടെ അജ്ഞതയാണ് പലപ്പോഴും നമ്മുടെ നാശത്തിനും തളർച്ചയ്ക്കുമുള്ള കാരണം.
ദൈവജനത്തിന്റെ അജ്ഞതയാണ് ഇന്ന് പിശാച് മുതലെടുക്കുന്നത്. ഈ അജ്ഞത മൂലമാണ് ശത്രു വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ ജനം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിലും അറിവിലും വിവേകത്തിലും ആലോചനയിലും നിരന്തരം വളരുന്നവരാകണം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്കാർക്ക് ലേഖനം 6-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകും. സാത്താന്റെ കുടില തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ ആയുധങ്ങൾ നമ്മൾ ധരിക്കുമ്പോൾ ഇത് സ്വർഗം നമ്മൾ അണിയിപ്പിക്കണം. ഇത് ലോകത്തിന്റെ ആയുധങ്ങളല്ല. ഇത് ബോംബുകളും ടാങ്കറുകളും ബുള്ളറ്റുകളും മിസൈലുകളുമല്ല. അത് ലോകത്തിന്റെ വെപ്പൺസ്. ഇത് ഹോളി വെപ്പൺസ്. ഇത് സ്വർഗത്തിന്റെ ആയുധങ്ങളാണ്. ഇത് നമ്മൾ അണിഞ്ഞെങ്കിൽ മാത്രമാണ് ഈ തിന്മയുടെ ദിനങ്ങളിൽ കൃപയോടെ മുന്നോട്ടു പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. 12-13 വചനത്തിൽ എഫെസസ് 6 പറയുന്നു, നമ്മുടെ പോരാട്ടം ആരോടാണ്? ജഡരക്തങ്ങളോടല്ല, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ പടവെട്ടുന്നത്, യുദ്ധം ചെയ്യുന്നത്. തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്, പൈശാചിക ശക്തികൾക്കെതിരെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്കെതിരെ, സാത്താന്യ അരൂപികൾക്കെതിരെ, തിന്മയുടെ പോരുകൾക്കെതിരെ, അന്ധകാര പ്രഭുത്വങ്ങൾക്കെതിരെ, അതാണ് സ്വർഗീയങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്, പടവെട്ടുന്നത്. അപ്പൊ നമ്മുടെ യുദ്ധം ആരോടാണ്? മനുഷ്യരോടാണ് അല്ല പ്രിയപ്പെട്ടവരെ, ശത്രുവായ പിശാചിനോടാണ്. ദൈവജനത്തിന്റെ നാശം എന്നും ആഗ്രഹിക്കുന്ന സാത്താനോടാണ് നമ്മുടെ യുദ്ധം. നമ്മളിതിൽ ഒരു സത്യം മനസ്സിലാക്കണം. നമ്മൾ ഈ യുദ്ധത്തിൽ വിജയിച്ചവരാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ നമ്മുടെ കർത്താവായ യേശു സാത്താന്റെ മേൽ വിജയം നേടിയതാണ്. ആ വിജയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും അവനെതിരെ പോരാടുന്നത്, അവനെതിരെ സമരം ചെയ്യുന്നത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, സാത്താനെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നമുക്ക് ഈ സെക്കുലർ, ഈ ലോകത്തിന്റെ ആയുധങ്ങൾ, സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പൈശാചിക പോരുകളെ മറികടക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിന് സ്വർഗത്തിന്റെ ആയുധങ്ങൾ വേണം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും, ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കണം. ഈ ആയുധങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നുണ്ട്. 14-ാം വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കി. ശ്രദ്ധിക്കണം, ഒന്നാമത്തെ ഒരു വെപ്പണാണ് സത്യം കൊണ്ട് അരമുറുക്കണം. ആദ്യ നാളുകളിലൊക്കെ ഈ വാളും പരിചയം കുന്തവും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തിൽ നമുക്കറിയാം, യുദ്ധത്തിന് പോകുന്ന പടയാളികള് അവര് അരക്കച്ച് കൊണ്ട് അര നന്നായി വരിഞ്ഞു മുറുക്കും. എന്തിനാ? ഈ അരക്കെട്ടിന് ബലം കിട്ടാനാണ്. ചിലപ്പോൾ അവർക്ക് ഇരിക്കേണ്ടി വരും, പെട്ടെന്ന് എഴുന്നേൽക്കേണ്ടി വരും, പല പോസ്റ്റുകളിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അരക്കെട്ടിന് ബലമില്ലെങ്കിൽ തളർന്നു വീഴും, മൂക്കുത്തി വീഴും, യുദ്ധകളത്തിൽ അവര് നിലം പരിച്ചായി പോകും. അപ്പൊ അവരുടെ അരക്കെട്ടിന് ഫലമുണ്ടാക്കാൻ അരക്കച്ച് കൊണ്ട് അര വരിഞ്ഞു മുറുക്കും. കർത്താവ് പറയാൻ, നിങ്ങൾ സത്യം കൊണ്ട് അരമുറുക്കണം. ആരാണ് ഈ സത്യം? യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ കർത്താവിന്റെ വചനത്തിലുള്ള സാക്ഷ്യത്തിന്റെ ഒരു ജീവിതം നമുക്കുണ്ടാകണം. സാക്ഷ്യത്തിന്റെ വചനം, സാക്ഷ്യത്തിന്റെ ജീവിതം, ഇത് വളരെ പവർഫുള്ളായ വെപ്പണാണെന്ന് പരിശുദ്ധാത്മ പറയുകയാണ്. കൃത്യമായൊരു സാക്ഷ്യത്തിന്റെ ജീവിതം, സത്യസന്ധമായൊരു ജീവിതം എനിക്കും നിങ്ങൾക്കും ഇല്ലെങ്കിൽ ഈ പോരാട്ടത്തിൽ വിജയം വരിക്കാൻ സാധ്യമല്ല. ശത്രു കീഴ്പ്പെടുത്തും. കർത്താവ് നേടിത്തന്ന വിജയം നമ്മുടെ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യുവാൻ, സ്വീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും.
സത്യസന്ധമായൊരു ജീവിതം നമുക്കുണ്ടാകണം. അതിന് വലിയ പവറുണ്ട് പ്രിയപ്പെട്ടവരെ. വീണ്ടും അതേ വചനത്തിൽ 2-ാം ഭാഗത്ത് പറയുകയാണ്, നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കണം. യുദ്ധകളത്തിൽ നമ്മൾ പേടിച്ച് വിറച്ച് ഭയന്ന് വിറച്ച് അസ്വസ്ഥരായി നിൽക്കേണ്ടവരല്ല, ധീരതയോടെ ഉറപ്പോടെ നിൽക്കേണ്ടവരാണ്. നമ്മൾ ദൈവരാജ്യത്തിന്റെ മുന്നണി പോരാളികളാണ്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സൈന്യമാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, എന്താണ് ഈ നീതി എന്ന് പറയുന്നത്? അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 5:21 നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കർത്താവായ യേശു നമ്മുടെ പാപമായിട്ട് മാറി. നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിനെ പാപമറിയാത്ത യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം പാപമാക്കി മാറ്റി. നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും ദൈവത്തിന്റെ നീതിയിൽ ജീവിക്കാൻ, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ജീവിക്കാൻ, ദൈവത്തിന്റെ നീതിയിൽ നിലയുറപ്പിക്കാൻ പാപമറിയാത്ത യേശുവിനെ ദൈവപിതാവ് നമ്മുടെ പാപമാക്കി മാറ്റി. അപ്പൊ നമ്മുടെ നീതി ആരാണ്? യേശു ക്രിസ്തുവാണ്, ഈശോയാണ്. സത്യം ഈശോയാണ്, നീതി ഈശോയാണ്. നമ്മുടെ നീതിയുടെ കവചം, നീതിയുടെ ആ കവചം നമുക്കുണ്ടാകണം. സത്യസന്ധമായ നീതിപൂർവകമായ ഒരു ജീവിതം. ഞാൻ അതുകൊണ്ട് ആദ്യമേ പറഞ്ഞത് സാക്ഷ്യത്തിന്റെ ജീവിതം. എനിക്കും നിങ്ങൾക്കും കൃത്യമായ സാക്ഷ്യത്തിന്റെ ജീവിതമുണ്ടെങ്കിൽ നമ്മളെ തൊടുവാനോ നമ്മളെ തകർക്കുവാനോ മന്ത്രവാദ കൂടോത്ര ആഭിചാര ശക്തികൾക്കോ ഒരു വൈശാചിക രൂപിക്കോ സാധ്യമല്ല. കാരണം കാട്ടുപോത്തിന് തുല്യമായ ഫലം നൽകി സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ! എത്ര കൃത്യമാണ് ദൈവത്തിന്റെ വചനം. സത്യം, നീതി. അവിടെ ദൈവത്തിന്റെ വചനം വീണ്ടും പറയുകയാണ്, 15-ാം വചനത്തിലാണ്, സമാധാനത്തിന് ഒരുക്കമാകുന്നു. സുവിശേഷത്തിന്റെ പാദരക്ഷകൾ നിങ്ങൾ ധരിക്കണം. സമാധാനത്തിന് ഒരുക്കമാക്കുന്നു. ആരാണ് നമ്മുടെ സമാധാനം? നമ്മുടെ സമാധാനം ആരാ? എഫെസസ്യർക്ക് ലേഖനം 2:14 പൗലോസ് ശ്ലീഹ പറയാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. കർത്താവായ യേശുവാണ് നമ്മുടെ സമാധാനം, നമ്മുടെ പീസ്, നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത യേശുവാണ്. അപ്പോൾ നമ്മുടെ ചെരുപ്പ്, നമ്മുടെ പാദരക്ഷകൾ, നമുക്കറിയാം ആ ചെരുപ്പിന് പ്രത്യേക പ്രാധാന്യം ഉണ്ട്. അതിൽ യുദ്ധത്തില് കൃത്യമായി ബൂട്ടും ഇതൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ വലിയ പാടുവരും. യുദ്ധക്കളത്തിലെ പല അമ്പുകളൊക്കെ നമ്മുടെ കാലിൽ മുറിവേൽക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നല്ല ബൂട്ട്, നല്ല ചെരുപ്പുണ്ടാവണം. നമ്മളെപ്പോഴും റെഡിയായിരിക്കണം, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. എപ്പോഴും നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം, ശ്രദ്ധയുള്ളവരായിരിക്കണം. യേശുവാണ് നമ്മുടെ സമാധാനം. വീണ്ടും 16-ാം വചനം പഠിപ്പിക്കുകയാണ്, സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തി കളയുന്നതിനെ നിങ്ങൾ വിശ്വാസത്തിന്റെ പരിചയെടുക്കുവീൻ. എന്റെ സഹോദരങ്ങളെ, വളരെ പവർഫുള്ളായ ഒരു ഡിഫെൻഡിങ് വെപ്പണാണ്. നമുക്ക് ശത്രുവിന്റെ പോരാട്ടങ്ങളെ പ്രതിരോധിക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന നല്ലൊരു പ്രതിരോധ ആയുധമാണ് ഫെയ്ത്ത്, വിശ്വാസം. അതുകൊണ്ടാണ് പിശാച് ആദ്യം ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് വിശ്വാസം ഇല്ലാതാക്കുക. നമുക്കവിടെ ഫ്രീ തിങ്കേഴ്സ് എന്തൊക്കെയും നടക്കും. ഫ്രീ തിങ്കേഴ്സ്, നിരീശ്വര ചിന്തകള്, എത്തീസ്റ്റുകള്, യുക്തിചിന്തകള്, ദൈവമില്ല എന്ന് വാദിക്കുന്നവര്, ദൈവനിഷേധികള്, ദൈവദൂഷകര് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരുടെ കുഴപ്പമല്ല പ്രിയപ്പെട്ടവരെ. അവരുടെ ജീവിതത്തിൽ ദൈവം പാകിയ വിശ്വാസത്തിന്റെ വിത്ത് പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയി, അപഹരിച്ചു. അവൻ കള്ളനാണ്, അവൻ മോഷ്ടാവാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും അവന്റെ ജീവിതത്തിലും കർത്താവ് വിശ്വാസത്തിന് വിത്തിട്ടിട്ടുണ്ട്. ഈ വിത്തിനെ സാത്താൻ അപഹരിക്കുകയാണ്. അത് വേണ്ട വിധം വളരുന്നില്ല. വളരാനുള്ള ആ വളക്കൂറുള്ള മണ്ണോ അനുകൂലമായ കാലാവസ്ഥയൊന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ വിത്ത് പൊട്ടി മുളച്ച് വളരുകയില്ല.
സാത്താൻ പെട്ടെന്ന് അതിനെ ഇടിച്ചു കളയുന്നു, ഇല്ലാതാക്കുന്നു. അപ്പൊ വിശ്വാസം വെരി പവർഫുൾ വെപ്പണാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതിശക്തമായൊരു ആയുധം. ഇന്ന് വിശ്വാസത്യാഗം സംഭവം, വിശ്വാസരാഹിത്യം. ഞാൻ അതിലേക്ക് പോകുന്നില്ല പ്രിയപ്പെട്ടവരെ. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ഞാനും നിങ്ങളും ചങ്കുപൊട്ടി പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. കർത്താവേ എൻ്റെ മക്കളുടെ വിശ്വാസം, മാതാപിതാക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം, ഭാര്യ ഭർത്താക്കൻ പരസ്പരം പ്രാർത്ഥിക്കണം, സഹോദരി സഹോദരങ്ങൾ പ്രാർത്ഥിക്കണം, ബഹുമാനപ്പെട്ട സമർപ്പിതരെ വൈദികരെ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ലോർഡ് ഇൻക്രീസ് അവർ ഫെയ്ത്ത്. വിശ്വാസരാഹിത്യമുള്ള ഈ നാളുകളിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ചൂടുപിടിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിന്റെ തീനാവുകളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? വിശ്വാസമാകുന്ന പരിച, ഇത് ആർക്കും പണയം വെക്കരുത് മക്കളെ. മലനായ ഗോലിയാത്തിനെ അടിച്ചിടാൻ ദാവീദിന് എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? ഗോലിയാത്തിന്റെ പരിച ഗോലിയാത്ത് ആയുധവാഹകന്റെ കയ്യിൽ കൊടുത്തു. അവന്റെ കല്ല് വന്നു കഴിഞ്ഞപ്പോ ഡിഫെൻഡ് ചെയ്യാൻ, ബ്ലോക്ക് ചെയ്യാൻ അവന്റെ കയ്യിൽ പരിചയില്ലായിരുന്നു. അവൻ മറിഞ്ഞ് താഴെ വീണു. ഇത് തന്നെ ഇത് സംഭവിക്കണേ. പിശാച് തൊടുത്തുവിടുന്ന തീയമ്പുകള്, നെഗറ്റീവായ പല പല അമ്പുകളുണ്ട്. അശുദ്ധിയുടെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, അവിശ്വസ്തതയുടെ, മ്ലേച്ഛതയുടെ, വിശ്വാസരാഹിത്യത്തിന്റെ, ദൈവനിഷേധത്തിന്റെ, ഗർവിന്റെ, അഹങ്കാരത്തിന്റെ തീയമ്പുകൾ തൊടുത്തു വിടുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ, അത് നിന്റെ നെഞ്ചിന്റെ അകത്ത്, ചങ്കിന്റെ അകത്ത് വന്ന് തറച്ച് നിന്റെ ജീവിതം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ പരിച നമ്മുടെ കയ്യിലുണ്ടാകും. എബ്രായ പുസ്തകം 12:2 പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥൻ, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ കർത്താവായ യേശുവാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും ഈ വിശ്വാസത്തെ അതിന്റെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ കർത്താവായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നീ വിശ്വാസത്തിന്റെ ഓട്ടം നടത്തുവാൻ. വിശ്വാസത്തിന്റെ പരിച ആരാണ്? യേശുവാണ്. സമാധാനത്തിന്റെ പാദരക്ഷ ആരാണ്? യേശുവാണ്. നീതിയുടെ കവചം ആരാണ്? യേശുവാണ്. സത്യം കൊണ്ടുള്ള അരക്കച്ചാരാണ്? യേശുവാണ്. വീണ്ടും എഫെസസ് 6:17 പറയുന്നു, രക്ഷയുടെ പടത്തൊപ്പി, ഹെൽമെറ്റ് അല്ലെങ്കിൽ തലയ്ക്ക് വന്ന് ഏറ് കിട്ടും, തല പെട്ടെന്ന് ഡാമേജ് ആവാൻ സാധ്യതകളുണ്ട്. നമ്മുടെ ശിരസിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ് ഈ ഹെൽമെറ്റ്. യുദ്ധക്കളത്തിൽ ഹെൽമെറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ് 1:7 കർത്താവായ യേശുവിൽ നമുക്ക് പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. നമ്മുടെ സാൽവേഷൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. ജീസസ് ക്രൈസ്റ്റ്. യേശുവിലാണ് നമ്മുടെ രക്ഷ. യേശുവിലാണ് നമുക്ക് പാപമോചനം. യേശുവാണ് നമ്മുടെ നിത്യജീവൻ. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് ആരാണ്? യേശുവാണ്, ജീസസ് ആണ്. കർത്താവിന്റെ രക്ഷയുടെ ആ പടത്തൊപ്പി, ഹെൽമെറ്റ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ബുദ്ധി എല്ലാം പൊതിയും, നമ്മുടെ യുക്തിയെല്ലാം പൊതിയേണ്ടത് കർത്താവിന്റെ ഈ സാൽവേഷനാണ്, രക്ഷയാണ്. ഈ ആയുധങ്ങൾ ഉള്ളവരെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ഒരു ബാധയും അവർക്കെതിരെ വരില്ല. അവരുടെ കൂടാരത്തിന് ഒരു ബാധയും അടിക്കില്ല. കാരണം അവരെ പരിരക്ഷിക്കുവാൻ സ്വർഗത്തിന്റെ സൈന്യം അവരോടൊപ്പമുണ്ട്. ആ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ജനം ഈ സത്യം മനസ്സിലാക്കി ഈ ഒരു ജീവിത ശൈലി പ്രാക്ടീസ് ചെയ്യണം. ഈ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ കടന്നു വരണം. ഭൗമികമായിട്ടുള്ള ഈ സെക്യുലറിസ്റ്റിക് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തു വരണം സഹോദരങ്ങളെ. എന്നാൽ പരിശുദ്ധാത്മാവ് എഫെസസ് 6:17 സെക്കൻഡ് പാർട്ടിൽ പറയുകയാണ്, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുക. ഇത് ഒഫൻസീവാണ്, ശത്രുവിനെ അറ്റാക്ക് ചെയ്യാൻ,
അവനെ വെട്ടുവാൻ, അവനെ മുറിപ്പെടുത്തുവാൻ, അവനെ തകർക്കുവാനുള്ള വെപ്പണാണ് വാള്. ഏതാണ് ഈ വാള്? ദൈവത്തിന്റെ വചനം. ഹീബ്രു 4:12 പറയുന്നത് ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. എങ്ങനെ വെട്ടിയാലും മുറിവേൽക്കും പ്രിയപ്പെട്ടു. അത്രയും പവർഫുൾ വെപ്പണ കർത്താവ് തന്നിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്, 19:13 പറയാണ്, വെള്ളക്കുതിരയുടെ മുകളിൽ വരുന്ന ഒരുവനെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. 10,000 അവൻ അനുഗമിക്കുന്നുണ്ട്. എന്താണ് അവന്റെ പ്രത്യേകത? രക്തത്തിൽ മുങ്ങിയ ഒരു ചുവന്ന അങ്കി അവൻ അണിഞ്ഞിരിക്കുകയാണ്. അവന്റെ പേര് ദൈവവചനമെന്നാണ്. ദൈവവചനമെന്നാണ് അവന്റെ പേര്. അപ്പൊ ആരാണ് ഈ വചനമാകുന്ന വാള്? കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവാണ് ഈ വാള്. ഈ വചനത്തിന്റെ വാള് യേശുവാണ് ദൈവമക്കൾ. അത് മറ്റുള്ളവരെ ഇല്ലാതാക്കാനല്ല. നമ്മൾ ഈ ലോകത്തിന്റെ വാളും വെടിവെപ്പും കുന്തവും പരിചയം പോലെ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ, നശിപ്പിക്കാനുള്ളതല്ല ഈ വാള്. ഇത് തിന്മയെ ഇല്ലാതാക്കാൻ. യോഹന്നാൻ 1:1-2 തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. അതാണ് യേശു ക്രിസ്തു. ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാൻ പറയുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത്? നമ്മൾ യേശുവിനെ ധരിക്കണം. യെസ്, ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി, അവൻ യേശുവിനെ ധരിച്ചവനാകണം. യേശു ക്രിസ്തുവിനെ ധരിച്ചവളാകണം. സത്യത്തിന്റെ അരക്കച്ച യേശുവാണ്. നീതിയുടെ പടച്ചട്ട യേശുവാണ്. സമാധാനത്തിന്റെ പാദരക്ഷകൾ യേശുവാണ്. വിശ്വാസത്തിന്റെ പരിച യേശുവാണ്. രക്ഷയുടെ പടത്തൊപ്പ് യേശുവാണ്. വചനമാകുന്ന ആത്മാവിന്റെ വാൾ യേശുവാണ്. വേദപുസ്തകം പറയാ, നമ്മൾ യേശുവിനെ ധരിക്കുക. യേശുവിനെ ധരിക്കുക. യേശുവിനെ സ്വന്തമാക്കി അവനോട് ഐക്യപ്പെട്ട് അവനിലായിരിക്കുന്ന ഒരു ജീവിതം, അപ്രകാരമുള്ള ജീവിതങ്ങളെ തൊടുവാൻ, തകർക്കുവാൻ, ഇല്ലാതാക്കാൻ, അവരെ നശിപ്പിക്കാൻ ഒരു തിന്മയ്ക്കും ഒരു വ്യക്തിക്കും ഒരു വൈശാചിക അരൂപിക്കും സാധ്യമല്ല എന്ന് വേദപുസ്തകം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, തിന്മയുടെ ദിനങ്ങളാണ്. അതിനെ ചെറുത്തു നിൽക്കാൻ മാത്രമല്ല, ഈ തിന്മകളെ തോൽപ്പിച്ചുകൊണ്ട് അതിനെ മറികടന്ന് പോകുവാനുള്ള ആ സ്പിരിച്വൽ പവറിലേക്ക്, ആത്മശക്തിയിലേക്ക് നമുക്കൊക്കെ വളരാം. അതിന് നമ്മളെ സഹായിക്കുന്ന സ്വർഗീയ ആയുധങ്ങളാണ് നമ്മൾ കണ്ടത്. നീതി, സത്യം, സത്യസന്ധമായ നീതിപൂർവമായൊരു ജീവിതം, സമാധാനത്തിനൊരു ജീവിതം, വിശ്വാസത്തിൽ ഉണർവുള്ളൊരു ജീവിതം, കർത്താവിന്റെ ആ രക്ഷയിൽ ആ സാൽവേഷൻ എക്സ്പീരിയൻസ്, ജോയ് ഓഫ് സാൽവേഷൻ അനുഭവിച്ചുകൊണ്ടുള്ളൊരു ജീവിതം, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വചനത്തിന്റെ മർമ്മങ്ങളിൽ കാഴ്ന്നിറങ്ങിയ, വചനത്തിന്റെ റൂട്ടുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കൃപയുള്ള, അഭിഷേകമുള്ള ഒരു ജീവിതം നമ്മോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഈ നോമ്പുകാലത്ത് നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം, അതിനായി ആഗ്രഹിക്കാം. കർത്താവെ, കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ സകല ആയുധങ്ങൾ ഞങ്ങളെ ധരിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ യേശുവിനെ ധരിക്കുക, യേശുവിനെ സ്വന്തമാക്കുക, യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക. നിരന്തരാത്മാവെ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ, ഉണർത്തണമേ. ഈ ഒരാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോലെയുള്ള ദൈവരാജ്യ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട വന്യ വൈദികർ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനേകരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷകരെ നിലനിൽക്കുവാനും കർത്താവിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുവാനുള്ള കാരണം. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം
മഹത്വമേ മഹത്വത്തിൻ രാജാവേ മഹത്വത്തിൻ